പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എന്തെങ്കിലും ഹോർലിക്സോ, ഞാൻ വിമൻസ് ഹോർലിക്സ് കഴിക്കാറുണ്ട് കേട്ടോ. ഹോർലിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെ നമുക്ക് ഈ അസിഡിറ്റി കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വർക്കൗട്ട് വീഡിയോ ആയിട്ടാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഒരു വാമപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ വാമപ്പ് ഒന്നും ചെയ്യാറില്ല. കാരണം എഴുന്നേറ്റ് ഫ്രഷ് ആയതിനു ശേഷം നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത്. കിച്ചണിൽ പോയാൽ പിന്നെ അറിയാലോ, വാമപ്പ് ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഞാൻ മാക്സിമം ഡേയ്സ് 5 മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യാറുണ്ട്. ഇത് ആക്ച്വലി വെൽകെയറിന്റെ മെഷീനാണ് കേട്ടോ. വെൽകെയർ ചില സമയങ്ങളിലൊക്കെ മടി വരാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ മടിച്ചിരുന്ന മാസങ്ങൾ, ചെയ്യാതിരുന്ന മാസങ്ങളൊക്കെ നന്നായിട്ട് ഞാൻ വണ്ണം വെച്ച് വന്നിട്ടുമുണ്ട്. അത് കൂടാതെ തന്നെ എനിക്ക് PCODയുടെ പ്രോബ്ലം, പീരീഡ്സ് സ്റ്റക്ക് ആകാറുണ്ട്. ഇങ്ങനെ 5-10 മിനിറ്റ് ചെയ്താൽ മതി. നല്ല നല്ല എഫക്റ്റ് കിട്ടിക്കോളും കുറച്ച് സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ. കിച്ചണിൽ ഇത് സെറ്റ് ചെയ്തിട്ടത് വേറൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും അടുപ്പിലൊക്കെ വെച്ചിട്ട്, അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കും വന്നിട്ട് ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ കിച്ചണിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. നമുക്ക് വീണ്ടും കാണാൻ മറ്റൊരു വീഡിയോ ആയിട്ട്. അപ്പൊ ഈ മെഷീനുമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ബൈ, സീ യു.